അങ്ങനെ കുണ്ടന്നൂരിലെ ഒരു ആഘോഷ ദിവസം വന്നെത്തി. കുറ്റവും നുണയും മാത്രം പറഞ്ഞു നടക്കുന്ന കുണ്ടന്നൂരിലെ കൊച്ചു കലാകാരൻ മുതൽ വലിയ കലാകാരന്മാർ വരെ ഏറ്റുമുട്ടുന്ന സന്തോഷവും ശാന്തവും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം. ഒരാവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. കുറേ തോരണവും വാരിക്കെട്ടി നാട്ടുകാരെ വിളിച്ചു വരുത്തി. സത്യം എന്ത് സമാധാനമുള്ളൊരു സ്ഥലമായിരുന്നു. ഈ കുണ്ടന്മാർക്ക് പ്രാന്ത. സുനീഷ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? എനക്ക് വേറെ പണിയൊന്നുമില്ലടോ. പെണ്ണങ്ങടെ തിരുവാതിരയിലായോണ്ട് പറഞ്ഞാ. നിനക്ക് ഈ വെറും പെണ്ണ് 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 ഇതല്ലാണ്ട് വേറെ ഒരു ചിന്തയില്ലടോ. നിനക്ക് വേണ്ടെങ്കിൽ നമ്മളില്ലേ. എന്നാ നമുക്ക് ആ കളിയൊന്ന് കണ്ടാലോ? പ്രിയമുള്ളവരെ, പ്രകൃതി രമണീയമായ കുണ്ടന്നൂർ ഗ്രാമത്തിലെ കുണ്ടന്നൂർ നിവാസികളെ, നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവേലി നാട് വാണ പോലത്തെ ഒരു നാടാണ് നമ്മുടെ നാട്. കള്ളവുമില്ല, ചതിയുമില്ല, നുണയുമില്ല, കിണിയുമില്ല, ആരും തമ്മിലൊരു പ്രശ്നവുമില്ല. അത്രയും നല്ല നാടാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ച ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ക്ലബ്ബ് അതിന്റെ വാർഷികാഘോഷം അതിവിപുലമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ല അതല്ല, ഇന്ന് ആ ചാലഞ്ചേഴ്സിന്റെ പരിപാടിയല്ലേ? ചലഞ്ചേഴ്സ് ക്ലബിന്റെ പരിപാടി നടക്കുന്നത്. നന്മ ടീമിന്റെ തിരുവാതിര ഉണ്ട്. വിജീന്റെ ഒക്കെയാ? നമുക്കൊന്ന് കൂവിയാലോ? നിനക്കത് വേറെ പണിയില്ലേടി? അവളുടെയൊക്കെ തിരുവാതിര ആരാ ഇപ്പൊ കാണാൻ പോകുന്നേ? തിരുവാതിര കളിക്കാം, അതിനിപ്പോ ഒരു കുറവേ ഉള്ളൂ. തിരുവാതിര കളിക്കാൻ വേണ്ടി കുറെ എണ്ണങ്ങള്. സുഹൃത്തുക്കളെ, അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന കാവുങ്ങുകയറ്റ മത്സരമാണ്. ഈ നാട്ടിലെ കുണ്ടന്നൂരിലെ ഓരോ തെങ്ങിലും പൂച്ചയെ പോലെ ഓടിക്കയറുന്ന നമ്മുടെ തളപ്പ് വേലായുധൻ. തൊഴിലുറപ്പുകാര് പണിത സ്ഥലമല്ലേടി ഇന്നലെ ഇത്? എനിക്ക് കാറ്റുണ്ട് മേരി, ഓരോ കൊണ്ട് പണ്ടെടുക്കാൻ പറ്റും. ഓരോടെ പോയി ചാടി കളിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്ന് വേലാതേട്ടന്റെ കണ്ടത്തിലല്ലേ പണി? ഇവിടെയൊക്കെ തീർത്തിട്ടെ എന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോവാം. Up, up, up. Up, 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 up. അടുത്തതായി നമ്മുടെ ചാലഞ്ചസ് ക്ലബിന്റെ അണ്ടറിൽ നടക്കുന്ന നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന കലാപരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
പെണ്ണേ വെടിക്ക് പെണ്ണേ എന്നോട് നെഞ്ചിൽ നടുക്കിടുന്നവളാണേ നീ നടുക്കിടുന്നവളാണേ നീ. ആ ശരി. ഏച്ചി എന്റെ ഫോൺ കാണുന്നില്ല. അതാടെ ഉണ്ടാവും. ഫോൺ അവിടെ അവിടെ കാണും. നിങ്ങളുടെ കഥ പറഞ്ഞു അടുത്ത നിങ്ങളെ പരിപാടിയാ. അന്താരാഷ്ട്ര പരിപാടിയല്ല. മുല്ലപ്പൂ എത്തട്ടെ ഞാളങ്ങ് വരും. എടാ 5 പേരെ കൂട്ടി അങ്ങോട്ട് വാട്ടോ. വേവാ. പേർക്ക് എങ്ങിടല്ലേ ആ അതെ അതെ. ഓലൊക്കെ എടുത്തിട്ട് ആ കാടുന്നങ്ങോട്ട് ആ അങ്ങോട്ട് ഇതെല്ലാം മാറ്റിട്ടാ. ഇവിടെ തന്നെ ഒരു പണിയെടുത്തത്. ആരുടെയാ ഫോൺ റിങ് ചെയ്യുന്നേ? എവിടുന്ന്? പിന്നെ എവിടുന്നാ അത് കേൾക്കുന്നേ? ഇതാരെ ഫോണോ? ആരുടെയാ? ആരുടേത്? ആരുടെയാ നോക്കട്ടെ. എടി ഇത് ഫാത്തിമയുടെ ഫോണല്ലേ? നീ ഒരു കാര്യം ചെയ്യേ, ഓളുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കേ. പൊടി പൊടി എവിടുന്ന് നോക്കാൻ പറഞ്ഞ നോക്ക്. തുറന്നു വാ. നോക്കി കുണ്ടന്നൂര് കുറ്റം പറിച്ചില്. എടി ഇത് ആകോ നാട്ടിലില്ലാത്തപ്പോഴല്ലേ ചേച്ചിക്ക് വയറ്റിലുണ്ടായത്? അടുത്ത പിന്നെ ലീനിയോ ആ 3.5 അടി പൊക്കമുള്ള പണിക്കരയുമ്പോ ചോള എന്താക്കാൻ? എടി ഈ ശാന്തം തൊഴിലുറപ്പിലെ എല്ലാ പെണ്ണുങ്ങളും പോക്ക് കേസാ. ഇതിറ്റങ്ങളൊക്കെ ഈ കുണ്ടന്നൂരി നാട്ടിച്ചോടിക്കണം. പാട്ടികള് സുശീല ഇത്ര മോശാതങ്ങളെ വെച്ചാറ് കെട്ടിയന്മാർക്ക് ഒരു പണിയില്ലാണ്ടിരിക്കല്ലെന്ന് രണ്ടും കൂടെ നാട്ടുകാർക്ക് രാത്രി കിടന്നു കൊടുത്തിട്ടാ പൈസ ഉണ്ടാക്കുന്നത്. 4 പെൺകുട്ടികളെയും വെച്ചിട്ട് അപ്പൊ ബിസിനസ് ഉണ്ടാക്കുന്നെന്ന് കേട്ടിരിക്കുന്നു. എന്താ ചാകരല്ലേ ചാകരാ. ദീപം 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 ദീപം. അശോകേട്ടാ, അശോകേട്ടാ, അശോകേട്ടാ,
എനിക്ക് ലീവ് വേണോ അശോകേട്ടാ? ബീബി ഹോസ്പിറ്റൽ മേ ഹേ. വർത്താനം പറഞ്ഞ പക്ഷെ മലയാളിന്റെ സ്വഭാവം എടുത്താലുണ്ടല്ലോ. അശോകേട്ടാ ക്രിട്ടിക്കൽ അശോകേട്ടാ. എടോ ക്രിട്ടിക്കലായിട്ട് തന്നെ ഇവിടുത്തെ ഓരോ ഭാര്യമാർ പ്രസവിച്ച് ഓലൊക്കെ ലീവാക്കിയിട്ടാ. അശോകേട്ടാ അശോകേട്ടാ ഒരു ഒറ്റ നിങ്ങൾക്ക് തരൂട്ടോ. ചെക്കൻ ചിലക്കിയാർന്ന് എന്തായാലും ബംഗാളിൽ നിന്ന് വന്നാ ഒരു ഒലക്കാൻ മേലെ കളി കളിക്കുന്നു. കോളം തോട്ടി പോയ മെസ്സേജ് മാറല്ലത് ലവച്ചിനെ കൊടുക്കാം.